ഹലോ, രാവിലെ തന്നെ ഞാൻ കുറച്ചേരൊക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ഒച്ചപ്പാട് കേട്ട് കഴിഞ്ഞപ്പോ പുറത്ത് വന്ന് നോക്കുമ്പോ കുക്കിങ്ങാ. മോനെ രാവിലെ തന്നെ ചെറിയൊരു കുളിച്ചീനുണ്ടേ. ഒന്ന് കുളിക്കട്ടെ പോയിട്ട് 3 ദിവസമായി കുളിച്ചിട്ട്. അപ്പം മക്കളെ കുളിയൊക്കെ കഴിഞ്ഞതാ സ്വർഗനായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെർമിറ്റ് വന്നാൽ ഞങ്ങൾ പോകാനുള്ള പരിപാടി നോക്കും. സുന്ദരനായിട്ടുണ്ടാ അല്ല വന്നത്, ഈ ഗ്രീനറി കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. അപ്പോ ഇതാണ് ഇന്ത്യ ഗേറ്റ് കിട്ടാ. ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ്. ഓക്കെ ഓക്കെ. നേപ്പാൾ. ഓക്കെ. പാൻസോ ഓക്കെ. അപ്പൊ ഇതാണ് ഇന്ത്യ ഗേറ്റ് കേട്ടോ. ബട്ടാമാല എന്താ പറയാ. ഓ കിടില അതിന്റെ ഉള്ളിലുള്ളത്. ദൂസറ കിതറ ദൂസറ ബടാവാല. ഓ ഇതാണ് നേപ്പാൾ ഗേറ്റ് കേട്ടാ. ഈ വഴി ആരെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് വരാൻ. ഞാൻ കണ്ട വീഡിയോസിലൊന്നും ഈ വഴി ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നേപ്പാൾ ഗേറ്റ്. അപ്പൊ നേപ്പാളിക്ക് നമ്മൾ കടന്നു. ഇന്ത്യ ഗേറ്റും നേപ്പാൾ ഗേറ്റ് തമ്മിലിട്ട് എന്താ പറയാ ഒരു 10 കാൽനടയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു എന്താ പറയാ ഇന്ത്യ ഗേറ്റ് നേപ്പാൾ ഗേറ്റ് കിടലെന്ന് നേപ്പാൾ ഗേറ്റിന് വേറെ മൂഡ്. ഇനിയിപ്പോ അതിന് അകത്തേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ. പല ബോർഡറും കഴിഞ്ഞു, അവരുടെ പാർക്കിങ്ങിലെത്തി. അവർക്ക് ഇവിടെ നിന്ന് 10-30 കിലോമീറ്റർ ഇനി അകത്തേക്ക് പോകാണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്കിപ്പാവും. അപ്പം എന്താ പറയുക, എന്തോ എങ്ങനെ എനിക്ക് ഇവരോട് പറഞ്ഞിട്ട് പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ പറയുന്നത് എന്താ എനിക്കറിഞ്ഞൂടാ. പരമാവധി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടൊക്കെ പോവാ. ഞാൻ തെറിക്കാനുള്ള പരിപാടി വരുന്നത്. എനിക്ക് ഫസ്റ്റ് സിം എടുക്കണം. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ സിം കാർഡ് നമസ്തേ എന്നൊരു സിം ഉണ്ട്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ബെറ്റർ തോന്നണം. അപ്പോൾ അതെടുക്കാനുള്ള പരിപാടിയാണ്, നോക്കണം. അപ്പോൾ ഇനി പറയട്ടെ, ബായ് പറയട്ടെ. അങ്ങനത്തെ വീഡിയോസൊന്നും ഞാൻ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബായ് പറഞ്ഞ പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ. എന്നെ കൊണ്ടാക്കാൻ പറ്റുകയാണ്. എനിക്കെന്തോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. എന്നെ കൊണ്ടാക്കാൻ വരുന്നില്ല. എനിക്കെന്തോ സങ്കടമൊക്കെ വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ശരി പോട്ടെ. ഫസ്റ്റ് തന്നെ സിം എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ സിം വേണം. സിം എടുക്കാണ്ട് ഒരു പരിപാടി നടക്കൂല. അപ്പോൾ ഞാൻ സിം എടുക്കാൻ വേണ്ടി കയറി. ബോർഡറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സിമ്മത്തെ റീചാർജ് ഭയങ്കര റേറ്റാണ്. അപ്പോൾ എന്തായാലും സിം എടുക്കണം. അത് നിവർത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ സിം എടുക്കുന്ന സിം നമസ്തയാണ്. ഞാൻ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മൗണ്ടൈൻസിലും അങ്ങനെ ടോപ്പ് ഹില്ലിലൊക്കെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രണ്ടിലും സിറ്റിയിലും എല്ലാം കൂടിയിട്ട് നമസ്തേ സിനിമ പറ്റുക. അതാണ് കുറച്ചുകൂടി നല്ല റേഞ്ച്. പിന്നെ ആണ് പറഞ്ഞ നേപ്പാൾ ഗേറ്റ്. ഇവിടെ
ഒത്തിരി എക്സ്പെൻസ് ആണ്. അപ്പോൾ തൽക്കാലം ഇവിടെ അധികം ദിവസം നിൽക്കാനൊന്നും പറ്റൂല. അപ്പോൾ എല്ലാവരും ഉണ്ടോ, ഞാനിതാ ഇവരുടെ യാത്ര പറഞ്ഞ് പോവാൻ നിൽക്കുകയാണ്. ഇപ്പം അധികം വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല അവരുടെ കൂടെ. എനിക്ക് കാരണം 4-5 ദിവസം ഞാൻ ഇവരുടെ കൂടെ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ എല്ലാ വീഡിയോസിലും 4-5 ദിവസം ഇവരുടെ കൂടെ ഞാൻ തെറിക്കാനുള്ള പരിപാടിയാണ്. कोई प्रॉब्लम हुआ प्रॉब्लम आपके लिए आप सही हो, कोई दिक्कत नहीं है. कोई प्रॉब्लम नहीं, आने में कोई प्रॉब्लम नहीं. അപ്പോൾ ഇവരടുത്ത് ഞാൻ വിട പറയാണ്, ഇറങ്ങാൻ നിൽക്കുക. പറയാ നേപ്പാൾ എത്തിയിട്ടുണ്ട്. നേപ്പാൾ എങ്ങനെ വിസിറ്റ് ചെയ്യാന്ന് കൂടെ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിത് ബോർഡറിലാണ്. ബോർഡറിൽ കിടന്ന് 300 കിലോമീറ്ററോളം ഉണ്ട് കാഠ്മണ്ഡുവിലേക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ബസ്സിൽ പോകാനുള്ള പരിപാടിയാണ്. എനിക്കറിയില്ല, ഒന്നും അറിയില്ല. ഇവിടെ പൈസ എങ്ങനെയാണെന്ന് കണക്ക് കൂട്ടുന്ന പോലെ എനിക്കറിയില്ല. ഞാൻ ആകെ കുടുങ്ങിയിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കാഠ്മണ്ഡുവിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. അവിടെ എന്തായാലും എത്തട്ടെ. വണ്ടി ഫുൾ AC ബസ്സൊക്കെയാണ്. ലോക്കൽ ബസ്സൊക്കെ നോക്കി അത് കിട്ടുന്നില്ല. അപ്പം ഞാൻ കാഠ്മണ്ഡു ആകെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ, ഒറ്റ ദിവസം മാത്രം. ആ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞോളാം. ആ ഒറ്റ ദിവസം മാത്രം ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് നേപ്പാളിൽ നിന്ന് ഇറങ്ങും. കാരണം നേപ്പാളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രിപ്പയർ ആയിട്ട് വരണം, അല്ലാതെ നമ്മളിങ്ങനെ വന്നിട്ട് കാര്യമില്ല. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. നേപ്പാൾ ബോർഡർ എന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടുന്ന് എന്താ പറയുക ഭരത്പൂരിലേക്ക് പോവാണ്. ഭരത്പൂരിൽ രാവിലെ കാഠ്മണ്ഡുവിലേക്ക് പോകും. കാഠ്മണ്ഡു പോയിട്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം അങ്ങനെ ഇപ്പോൾ തൽക്കാലത്തിന് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് കാഠ്മണ്ഡുവിൽ നിന്ന് നേരെ തന്നെ പെട്ടെന്ന് ഇവിടേക്ക് മുംബൈക്ക് വിടും. മുംബൈ അല്ല, ഡൽഹി പോയിട്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ പ്ലാൻ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ആദ്യം ഡൽഹി പോട്ടെ. ഇതാ നേപ്പാളിൽ എത്തിയിട്ടുണ്ട്. ഇത് തീർന്നത് ഇങ്ങോട്ട് കാഠ്മണ്ഡു. ഇതാണ് എന്താ പറയുക നാരായണി റിവർ. ഇത് ഈ സ്ഥലത്തിൻ്റെ പേര് നാരായൺ ഘട്ട് എന്നാണ്. ഈ റിവറിൻ്റെ പേര് നാരായണി റിവർ. ഇത് ഇവിടുന്ന് സോറ. അപ്പം ആ പോകുന്ന വഴിക്കുള്ള ഒരു റിവറാണ് നാരായണി കേട്ടോ, നാരായണി റിവർ. ഈ സ്ഥലത്തിൻ്റെ പേര് നാരായൺ ഘട്ട്. നല്ല എന്താ പറയുക, നല്ല വലിയ റിവറാണ്. ഇതിപ്പോൾ ഞാൻ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തത്. നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുത്തു തരുമായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ എയർപോർട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാഠ്മണ്ഡു അല്ലെങ്കിൽ പൊക്ര അങ്ങനെയൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലോക്കൽ എയർപോർട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എന്താ പറയുക, ഒരു വാലും തുമ്പും ഇല്ലാണ്ട് നേപ്പാൾ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ ഈ കാഠ്മണ്ഡു പോകണം. കാഠ്മണ്ഡു പോകുന്ന പരിപാടി. എന്താ പറയുക, ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഒരു ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്, ഒരു ആപ്പിൾ മേടിച്ചിട്ടുണ്ട്. അതിന് 100 പൈസയാണ്. 100 പൈസ അല്ല കേട്ടോ, 100 രൂപ. ഇവിടുത്തെ നേപ്പാൾ 100 രൂപയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കരതാണ്. അപ്പോൾ ഇവിടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ നിന്ന് എന്തായാലും കാഠ്മണ്ഡു പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ബസ് കയറട്ടെ. നേപ്പാൾ ബോർഡറും കിടന്ന് മുകളിലെത്തി. ഇനി ഞാൻ കാഠ്മണ്ഡുവിലേക്ക് പോകാമെന്ന് നല്ല വിശപ്പുണ്ട്. ഞാൻ ഒരു ആപ്പിൾ മേടിച്ചു. ആപ്പിളിന് ഇവിടുത്തെ 50 രൂപയാണ്. അറിയില്ല ഇവിടെ എങ്ങനെയാണ് ഇതായി പോവാന്ന്. ഞാൻ കുറേ നോക്കട്ടെ. എന്നാലും ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. കാരണം ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ആപ്പിൾ കഴിക്കുകയാണ്. എന്നിട്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അതിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. ഒത്തിരി റിസ്ക്കാണ് ഇവിടെ ഇതാക്കാൻ. പിന്നെ എൻ്റെ മൊബൈൽ ചാർജിങ് കുറച്ച് റിസ്ക്. എനിക്ക് വല്ല കടയിൽ നിന്ന് പരിപാടിയൊക്കെ എനിക്ക് മൊബൈലിൽ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജിങ് മീൻസ് ഫോണിൽ ചാർജിങ്. അപ്പോൾ നെറ്റ് 4G ആണ്. എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. നോക്കണം. നേപ്പാളിലത്തെ ചെറിയൊരു കാണിച്ചു തരാം. എൻ്റെ വണ്ടി 10 മണിയൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നടന്ന് തെണ്ടിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്താണ് എങ്ങനെയാണെന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എങ്ങനെയാണ് എന്താ പറയുക, ഇത്ര ദിവസം പോയ പോലെയല്ല ഇവിടെ. ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെന്താ എനിക്ക് തോന്നുന്നു ഇവിടെ എക്സ്പെൻസ് കൂടുതലാണോ എന്നൊരു ഡൗട്ട് എന്താ. പക്ഷേ
ഒരു കണക്കിന് നോക്കുമ്പോൾ ഓ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാ അവിടെ നിന്ന് പോവാതിരിക്കുക, അത് പോവുക തോന്നുക. നേപ്പാളിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ തെരുവിലൂടെ അനുര തെണ്ടുകയാണ് ഗൈസ്. നിങ്ങൾ അറിയുന്നുണ്ടോ എന്തെങ്കിലും ഒരു ബന്ധം? ഓഹോ അയ്യോ അയ്യോ കാണണം ഗൈസ്, എന്താ പറയുക, കാണണം, ഇത് കാണണം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിയുന്നുണ്ട്. ഇത് പുറകിലുള്ള കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ കാണുന്നുണ്ടോയെന്ന് നോക്കട്ടെ. കാരണം വീഡിയോ ഒന്ന് തിരിച്ച്. ഓക്കേ, ഓഹോ പൊളി പൊളി പൊളി. ഇത് ജസ്റ്റ് ഇവിടുത്തെ എന്താ പറയുക ബസ് സ്റ്റാൻഡിലത്തെ വ്യൂ ആണ്. എനിക്ക് കാഠ്മണ്ഡു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെ മൗണ്ടൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാവും, നല്ല അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇനി കാഠ്മണ്ഡു ഒന്ന് പോയി നോക്കണം. എനിക്കിവിടെ കുറച്ച് സ്റ്റേ ചെയ്യണം. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ നിൽക്കണം എന്നുണ്ട്. ഞാൻ നോക്കട്ടെ എത്രത്തോളം എങ്ങനെയാണ് ഞാൻ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര വ്യത്യാസമാണ്, ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഉച്ച വരെ ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ രാത്രി ചിലപ്പോൾ നല്ല മഴ പെയ്യും. അങ്ങനെ ഓരോ ടൈമിങ്ങനെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ഷഫിൾ കളിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്, നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. അതുകൊണ്ട് എങ്ങനെയാണ് നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കാണട്ടെ, അതൊക്കെ കണ്ടിട്ട് പിന്നെ വരാം. നേരം ഒത്തിരി ഇരുട്ടാറായി. പിന്നെ എന്താ ഞാനൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൊണ്ടു വ്യൂ. അപ്പം ഞാനിവിടെ നിന്ന് അത്ര ദൂരം ചിലപ്പോൾ നടന്നെത്തുമ്പോഴേക്കും അത് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ നോക്കട്ടെ ഞാൻ എവിടം വരെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇരുട്ടുമായി. പിന്നെന്താ ഫോണിലത്തെ ചാർജ് അറിയാമല്ലോ, ഒരു ചെറിയൊരു പവർ ബാങ്ക് വെച്ചിട്ടാണ് ഞാൻ ഈ കളിക്കുന്നത്. എന്തൊക്കെ എനിക്ക് പകർത്തി തരാനും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും അവിടെ എത്തിയിട്ട് പരമാവധി ഞാൻ സ്പീഡിൽ നടക്കട്ടെ, അവിടേക്ക് പോട്ടെ, കാണാം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ വ്യൂ. പക്ഷെ ഇതിപ്പോൾ ഞാനൊരു കമ്പിയുടെ ഇടയിൽ കൂടെ എടുത്തിരിക്കണേ, അത്ര വൃത്തിയായിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്താ നേരിട്ട് കാണാൻ എന്താ പറയുക, എന്താ വരച്ച് വെച്ച പോലെ ഉണ്ട്. ശരി വരച്ച് വയ്ക്കാറ് എന്താ പറയുക, എന്ത് ഭംഗിയറിയാ കാണാൻ. അപ്പം ഞാൻ ആ ലൊക്കേഷൻ വിട്ടു. ഇനിയിപ്പോൾ ഞാൻ രാത്രി ബസ് കയറാനുള്ള പരിപാടിയാണ്, അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആ ലൊക്കേഷൻ വിട്ടു. ഞാൻ നടക്കട്ടെ, ബസ് സ്റ്റാൻഡിലേക്ക് നടക്കട്ടെ. ഫോണ് ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റണം. പിന്നെന്താ ഇവിടെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, എത്ര നേരം നടന്നു വന്നിട്ട് കിട്ടിയ വ്യൂ ഇതാണ്. കൊള്ളാം, നന്നായിരിക്കണം. അടുത്തുനിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കിടിലം വ്യൂ ആയിരിക്കും. അടിപൊളി ഫോട്ടോസും ഷോർട്സും പിക്സൊക്കെ എടുക്കാം. ഇരുട്ടായതുകൊണ്ട് തന്നെ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ ബായ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോയുടെ കൂടി ഞാൻ ഇന്നത്തേക്കുള്ള വീഡിയോ ഞാൻ നിർത്തുന്നുണ്ടാവും. അധികം വീഡിയോസൊന്നും ചെയ്തിട്ടില്ല, തിരക്കായതുകൊണ്ട്. ഓക്കെ ബായ്.